ഫസ്റ്റ് പേജ് നിങ്ങൾ വായിച്ച് കാണും അല്ലെ? എന്തായാലും നമുക്ക് എടുത്ത് തുടങ്ങാനുള്ളത് പോളിസി ടു എൻ്റർ ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? അവിടെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. എന്താണ് ചോദിച്ചത്? ലൂമിനിയാസ് ആണോ ഇവിടെ എന്തെങ്കിലും? ലൂമിനിയസ് എന്നാണോ ഉദ്ദേശിച്ചത്? ഷുഡ് ബി ലൂമിനിയസ്. അതിന്റെ എന്തെങ്കിലും ഡൗട്ടാണോ? ഓക്കെ, അവിടെ നല്ല വെളിച്ചമുള്ള പ്രകാശമുള്ള ഒരു പ്ലേസ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഓപ്പറേഷൻ റൂം എന്ന് പറയുമ്പോൾ അല്ലെ നന്നായിട്ട് നല്ല പ്രൊസീജിയർ നടത്തേണ്ട ഒരു പ്ലേസ് ആണ് അല്ലെ? അപ്പൊ എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും കാണാനൊക്കെ ആയിട്ടുള്ള അസൗകര്യങ്ങൾ, ഷാഡോകൾ അല്ലെ, ലൈറ്റിന്റെ എന്തെങ്കിലും ഷെയ്ഡുകളൊക്കെ വന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനിയസ് ആൻഡ് ദ ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. അതായത് നല്ല പ്രകാശമുള്ളതായിരിക്കും, ഒപ്പം തന്നെ എന്താണ് വെരി കൂളുമായി. നമുക്കറിയാം ജേംസുകൾ അത് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കൂളായിട്ടുള്ള എയർ കണ്ടീഷണർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് റൂം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ലൂമിനിയസിന്റെ മീനിങ് കിട്ടിയോ? ചോദിച്ചാല് മനസ്സിലായോ? നമുക്ക് നെക്സ്റ്റ് എടുക്കാം. എന്താണ് പോളിസി ടു എൻ്റർ ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ നമ്മൾ കണ്ടു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് നമുക്ക് എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. കാരണം അണുക്കള് അല്ലെ പെട്ടെന്ന് എന്താണ് പേഷ്യന്റിന്റെ ഇതിലേക്ക് വ്യാപിക്കാൻ, കേസ് അണുക്കൾ നിറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഭാഗം മാറ്റുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്കും നല്ല പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള വെയേഴ്സ് ഒക്കെ അവര് പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സുകളും ഗ്ലൗസുകളും മാസ്കുകളൊക്കെ ധരിച്ചിട്ട് വേണം ഇത് ചെയ്യാന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോളിസികളാണ്, നയങ്ങളാണ്, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെതായിട്ടുള്ള കുറച്ച് പോളിസികളാണ് പറയുന്നത്. നോക്കാം. സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു ഓപ്പറേഷൻ റൂം പേഴ്സണൽ ആൻഡ് ഷോ യുവർ ഐഡി. അതായത് നമ്മൾ തീർച്ചയായിട്ടും ഓപ്പറേഷൻ റൂമിൽ ഓരോ പേഷ്യന്റിനും ഓരോ ഐഡി ഉണ്ടാവും ഇല്ലേ? പേഷ്യന്റിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാവോ? സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ്. ഓക്കെ, അത് മാത്രം തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്കും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇന്ന പേഷ്യന്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അവർക്ക് അതിൻ്റെതായിട്ടുള്ള പേഴ്സണൽ ഐഡി. അതാണ് സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു ഓപ്പറേഷൻ റൂം പേഴ്സണൽ ആൻഡ് ഷോ യുവർ ഐഡി. എല്ലാവർക്കും ഒരു ഐഡി അല്ലെ? നമുക്കറിയാം, മാറിപ്പോകുകയൊന്നും ചെയ്യരുത് അല്ലെ? അപ്പൊ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രൂഫ് അത് മസ്റ്റ് ആയിട്ടും കീപ്പ് ചെയ്യേണ്ടതാണ്. ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റൻഡേഴ്സ് and chipped nail polish protect more microorganisms than hands and can possibly change the sterile area, so avoid it. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ആണെങ്കിലും അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് തന്നെ കുറെ ഇൻസ്ട്രക്ഷൻസ് നഴ്സുമാര് പറയും അല്ലേ? ഓപ്പറേഷന് കയറിയവരെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? അപ്പൊ അവരെ നെയിലും ചിരിപ്പടി നെയിൽ അങ്ങനെ വെച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും നെയിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണമെന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കുമല്ലോ അത്. എന്തായിരിക്കും? അണുക്കളൊക്കെ അതുമ്മ കയറി പിടിക്കാനായിട്ട് അല്ലെ വളരെ സാധ്യത കൂടുതലാണ്. നമുക്കറിയാം അവിടെ ഇൻഫെക്ഷൻസ് അണുബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നെയിൽസ്, ആർട്ടിഫിഷ്യൽ നെയിൽസ് അല്ലെങ്കിൽ കുടിയോജിപ്പിക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ചിപ്രി നെയിൽസ് ഒക്കെ എന്തെങ്കിലും അല്ലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളോടൊപ്പം ഉണ്ട് അല്ലെ? ആ പേഷ്യന്റിനോടൊപ്പം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത്
റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്താണ് ഓപ്പറേഷൻ റൂമിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. കാരണം എന്താണ്? പ്രൊട്ടക്ട് മോർ മൈക്രോ ഓർഗാനിസംസ് ദാൻ ഹാൻഡ്സ് ആൻഡ് ക്യാൻ പോസിബിളി ടേ ഇൻ ദ സ്റ്റെറൈൽ ഏരിയ. അവിടെ നമുക്കറിയാം എന്തെങ്കിലും റിയാക്ഷൻസോ അല്ലെങ്കിൽ അതുമ്മ അണുക്കൾ കയറി പിടിക്കാനൊക്കെ സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് അത് റിമൂവ് ചെയ്ത് വരണമെന്ന് പറയുന്നത്. സോ അവോയ്ഡ് ഇറ്റ്, അതുകൊണ്ടാണ് അത് ഒഴിവാക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് നോക്കാം. റിമൂവ് ഓൾ ജ്വല്ലറി. നമുക്കറിയാം എന്തെങ്കിലും ജ്വല്ലറി ഐറ്റംസ് ഉണ്ടെങ്കിൽ അല്ലെ, അതും സാധാരണയായിട്ട് കാരണം റിയാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പേഷ്യന്റ് മസ്റ്റ് ആയിട്ടും ജ്വല്ലറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൂരി വെച്ചിട്ട് മാത്രമാണ് ഓപ്പറേഷൻ റൂമിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ചില പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രിക്കോഷൻസ് ഓപ്പറേഷൻ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് എടുക്കേണ്ടതുണ്ടോ അല്ലെ? ഓപ്ഷനിൽ ചിലപ്പോ റിമൂവ് ഓൾ ജ്വല്ലറി ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാം. മിക്കപ്പോഴും കാണാറുണ്ട് റിമൂവ് ഓൾ ജ്വല്ലറി ഐറ്റംസ് അല്ലെ, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിക്കോഷന്റെ മുൻകരുതലിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ റൂമിന് കയറുന്നതിന് മുമ്പ് തന്നെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ മാറ്റി ഒഴിവാക്കേണ്ടതാണ്. Then put on surgical clothes, top and bottom. Surgical clothes must be worn only in the surgical area. നമുക്കറിയാം നേരത്തെ കൂട്ടിയ ഒരു ക്ലോത്ത്സ് ഇടാനായിട്ട് നിർദ്ദേശിക്കില്ല അല്ലെ. ആ ഓപ്പറേഷൻ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ സർജിക്കൽ ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലോത്ത് ഇട്ടതിന് ശേഷമാണ് പേഷ്യന്റ് കയറാനായിട്ട് ആവശ്യപ്പെടുള്ളൂ. അങ്ങനെ തന്നെയല്ലേ? ആണോ? ലാസ്റ്റ് അവർ ആയതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എന്താണ്? കവർ ഷൂസ് ആസ് പെർ ഏജൻസി പോളിസി. ഓൾസോ ടു കവർ ഹെഡ് ക്യാപ്സ് ആർ യൂസ്ഡ്. സർജിക്കൽ മാസ്ക് ഓൾസോ ആർ പെർ പോളിസി. അതായത് ഹോസ്പിറ്റലിന്റെ പോളിസി നയങ്ങൾ ഉണ്ടാവും അല്ലെ. അവിടെയുള്ള എന്താണ് നഴ്സുമാരും ഡോക്ടേഴ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ എന്താണ് അവര് ഇതേമാതിരി അല്ലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഗ്ലൗസുകളും അതേമാതിരി തന്നെ ഹെഡ് അല്ലെ ഹെഡിനും ക്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കറിയാം. മാസ്കുകൾ യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രമല്ല തീർച്ചയായിട്ടും ഓപ്പറേഷൻ റൂമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ധരിച്ചതിന് ശേഷം മാത്രമാണ് അവര് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. ഇതെന്താണ്? അപ്പൊ പെർഫോം സർജിക്കൽ ഹാൻഡ് സ്ക്രബ് ആസ് പെർ ഏജൻസി പോളിസി. അതായത് നമ്മുടെ കൈകളെല്ലാം അല്ലെ നന്നായിട്ട് തന്നെ കൈകൾ വൃത്തിയാക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ പോളിസി അനുസരിച്ചിട്ട് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തെങ്കിലും വാഷ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ ഉണ്ടാകും, അത് തന്നെ ഉപയോഗിച്ച് വാഷ് നന്നായിട്ട് ചെയ്യണം. സർജിക്കൽ ഹാൻഡ് സ്ക്രബ് റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട് ഓൺ ഹാൻഡ്സ് ബിഫോർ അപ്ലൈയിങ് സ്റ്റെറൈൽ ഗ്ലൗസ്. അണുവിമുക്തമായ ഗ്ലൗസുകൾ ധരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലെ കൈകളെല്ലാം നന്നായി തന്നെ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കഴുകി വൃത്തിയാക്കണമെന്ന് പറയുന്നത്? കൃത്യമായിട്ട് പറയുന്നുണ്ട്. റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട് അല്ലെ, ആ ബാക്ടീരിയയുടെ ഒക്കെ അളവ്. അത് നമുക്കറിയാം നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത വിധത്തില് ചെറിയ ചെറിയ അണുക്കളൊക്കെ ഉണ്ടാവും. അതിലേക്ക് നന്നായിട്ട് തന്നെ അല്ലെ അതിന്റെ എണ്ണം കുറച്ചുകൊണ്ട് വരാനായിട്ട് ഇത്തരത്തിലുള്ള കഴുകൽ കൊണ്ട് സാധിക്കുമെന്നുള്ളത്. അതിനുശേഷമാണ് എന്ത് ധരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്? എന്ത് ധരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് പറയൂ. എന്താണ്? നമ്മള് വോയിസിൽ പറഞ്ഞില്ലെങ്കിലും മെസ്സേജിലേക്ക് വരണം, എങ്കിൽ മാത്രമേ ക്ലാസ്സിൽ നിങ്ങൾ ഓക്കെ സ്റ്റെറൈൽ ഗ്ലൗസ് ധരിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഗുഡ്. അപ്പൊ അതാണ് അവിടെ അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഗുഡ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അസെപ്സിസ് ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസസ്. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് അങ്ങനെ തന്നെ നോട്ട് ചെയ്യാം. എന്താണ് അസെപ്സിസ് എന്ന് പറയുന്നത്? ആബ്സെൻസ് ഓഫ് ഡിസീസസ്. നമുക്ക് പോയിന്റിലേക്ക് വരാം. അസെപ്സിസ് ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസസ്. രോഗങ്ങൾ വരാതിരിക്കുന്നതിനെയാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് മൈക്രോ ഓർഗാനിസംസ്, നമുക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള അണുക്കളെ അല്ലെ, നമ്മുടെ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസം സൂക്ഷ്മ ജീവികളെ, അതിനെയാണ് അതിന്റെ ആബ്സെൻസ്, അതിന്റെ ഒഴിവാക്കലിനെയാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം ആ ഏരിയ എങ്ങനെയായിരിക്കണം, ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയായിരിക്കണം? അണുവിമുക്തമായിരിക്കണം അല്ലെ. ആ ഏരിയ അണുവിമുക്തമായിരിക്കണം. സൂക്ഷ്മ ജീവികളൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. അവിടെ ഉണ്ടാവാതിരിക്കുന്ന അത്രയും എന്താണ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള സ്റ്റെറൈൽ അണുവിമുക്തമാക്കിയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അണുവിമുക്തമായ ഏരിയ. അസെപ്സി എന്ന് പറയുന്നത് അണുവിമുക്തമായ ഒരു ഏരിയ ആയിരിക്കണം.
Then aseptic technique is a method used to avert contamination from infectious agents. അതായത് നമ്മുടെ മലിനീകൃതമായിട്ടുള്ള ഏജൻസിനെ അല്ലെ അതിനെയൊക്കെ അണുവിമുക്തമാക്കുന്ന ഒരു ടെക്നിക്കാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. And it is used to keep a germ-free environment in the operating room. അതായത് സ്റ്റെറിലൈസേഷൻ ചെയ്യുക എന്ന് പറയുന്നത് അണുവിമുക്തമാക്കുന്ന ഒരു പ്രൊസീജിയർ. അത് നമുക്കറിയാം, എക്യുപ്മെന്റ്സുകളൊക്കെ ആണെങ്കിലും അണുവിമുക്തമാക്കിയതിന് ശേഷമാണ് അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് ശേഷമുള്ള എക്യുപ്മെന്റ്സ് അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. എപ്പോഴും ക്ലീനിങ് അല്ലെ, അവിടെ നമുക്കറിയാം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഓപ്പറേഷൻ സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ SFCs denote absence of ഓക്കെ, അതിന്റെ ആ ഒരു ഗൈഡ് ലൈൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. SFC എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഡിസീസസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ്, അതായത് രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള സൂക്ഷ്മജീവികളെ അതിന്റെ ആബ്സെൻസിനെയാണ് അസെപ്സിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ ആ സൂക്ഷ്മജീവികളെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ആ സെന്റൻസ് മാത്രമേ അതിന് ബൈ ഹാർട്ട് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ. അസെപ്സിസ് ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, ക്ലിയർ ആയോ? അസെപ്റ്റിക് ടെക്നിക്ക് പറയുന്നത് സ്റ്റെറിലൈസേഷൻ. നമ്മളിപ്പോ മോട്ടോക്ലോ പോലെയുള്ള നമ്മുടെ എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ടെക്നിക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിസീസസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ്, ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, ദെൻ എന്താണ് അത്രയും ക്ലിയർ ആയി കാണും അല്ലെ? നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കി, ഏതെങ്കിലും പോയിന്റ്സുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയോ? ലാസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ്, സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റർ ടു ഓപ്പറേഷൻ റൂം പേഴ്സണൽ ആൻഡ് ഷോ യുവർ ഐഡി. അതായത് നമ്മളിപ്പോ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു പേഴ്സൺ, അപ്പൊ ഓപ്പറേഷൻ റൂമിൽ വിസിറ്റ് ചെയ്യാൻ വരും. ഇപ്പൊ ഇൻ കേസ് ഒരു നഴ്സ് വിസിറ്റ് ചെയ്യാൻ വരികയാണ്. അപ്പൊ നഴ്സിനെ അറിയാം ഇന്ന പേഷ്യന്റിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ഒരു ID പ്രൂഫ് ഉണ്ട് അല്ലെ? ആ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നഴ്സ് പറഞ്ഞത്. ഇൻ കേസ് നമ്മളൊരു വിസിറ്റേഴ്സിനെ കാണിക്കുകയാണ്, ജസ്റ്റ് ഒരു വിസിറ്ററിനെ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് പേഷ്യന്റിന്റെ ആളാണ് ഇദ്ദേഹത്തിന്. അപ്പൊ ഒരു എന്താണ് ഒരു ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ കടത്തി വിടുള്ളൂ. ചെയ്യാണോ? അത് മാത്രമല്ല, പേഷ്യന്റിന്റെ കാര്യത്തിൽ നോക്കാം. പേഷ്യന്റിന് നമുക്കറിയാം ഏത് പേഷ്യന്റ് ആണെന്ന് തിരിച്ചറിയണം അല്ലെ? ഇന്ന ഡോക്ടറിന്റെ പേഷ്യന്റ് ആണെന്ന് കൃത്യമായിട്ട് ലേബൽ ID അവർക്കുണ്ടായിരിക്കും. ആണ് സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു റൂം ഓപ്പറേഷൻ റൂം പേഴ്സണൽ ആൻഡ് ഷോ യുവർ ID. ഓക്കെ, ആരാണെങ്കിലും ആ ഒരു ഐഡന്റിറ്റി അവിടെ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ നോക്കാം. Asepsis denote absence of a disease causing microorganisms. Microorganisms എന്ന് പറയുന്നത് എന്താണ്? സൂക്ഷ്മജീവികൾ അല്ലെ? ഡിസീസസ് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സൂക്ഷ്മജീവികളുടെ ആബ്സെൻസിനെയാണ് എന്തെന്ന് പറയുന്നത് അസെപ്സിസ് ഡിനോട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സൂക്ഷ്മജീവികളുടെ രോഗങ്ങൾ വരുത്താൻ സാധ്യതയുള്ള സൂക്ഷ്മജീവികളുടെ ആബ്സെൻസ്, അതായത് അതില്ലാതെ ഇരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കണം ഏത് ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്. അതിനെ വീണ്ടും ഒരു സെന്റൻസ് കൊണ്ട് വീണ്ടും പറയുന്നത് അസെപ്റ്റിക് സ്റ്റെറൈൽ ടെക്നിക്. അസെപ്റ്റിക് അല്ലെങ്കിൽ അസെപ്റ്റിക് ടെക്നിക്സ് അല്ലെങ്കിൽ സ്റ്റെറൈൽ ടെക്നിക്സ് എന്ന് പറയുന്നത് അണുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ടെക്നിക്കുകൾ.
ഓക്കെ. അപ്പൊ ആ റൂമിൽ എന്താണ് എപ്പോഴും നമുക്കറിയാം സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നമ്മളിപ്പോ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആരെങ്കിലും ഉപയോഗിച്ചതാണോ അവിടെ ഉപയോഗിക്കേണ്ടതല്ല. അതായത് ആ ടൈമിൽ അല്ലെ, ആ ടൈമിൽ കയറുന്നതിന് മുമ്പ് മാത്രമാണ് ആ ഗ്ലൗസുകളും അല്ലെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു കൃത്യമായിട്ട് സ്ക്രബ് ചെയ്തതിനു ശേഷമാണ് അല്ലെ അവിടെ വീണ്ടും കൈയൊക്കെ കഴുകി അണുക്കളെ ഒന്നും കൂടി നഷ്ടപ്പെടുന്നതിന് ശേഷമാണ് ഗ്ലൗസുകൾ ധരിക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞ മാത്രം മറ്റെല്ലാ വസ്തുക്കളും നമ്മുടെ മാസ്ക് ആണെങ്കിലും മറ്റ് ഗൗൺ ആണെങ്കിലും സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് ആ സമയത്താണ് മാത്രമാണ് ധരിക്കാൻ പാടുള്ളത്. അത് മാത്രമല്ല അവിടെയുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിലും അവിടെ ഇവിടെ ഉപയോഗിച്ച എക്യുപ്മെന്റ്സ് ഒന്നും ഉപയോഗിക്കില്ല. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ എക്യുപ്മെന്റ്സ് മാത്രമാണ് അവിടെ ഉപയോഗിക്കുക. ക്ലിയർ ആയോ? അതാണ് ആ സെന്റൻസിൽ അസെപ്റ്റിക് ടെക്നിക് ഈസ് മെത്തേഡ് ഓക്കെ യൂസ്ഡ് ടു അവോയ്ഡ് കണ്ടാമിനേഷൻ. ഓക്കെ. then fifth point നോക്കാം. cover shoes as per agency policy. Also to cover head caps are used. Surgical mask also as per policy. അതായത് ഏജൻസി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പോളിസി അല്ലെ, ആ പോളിസി അനുസരിച്ചിട്ടാണ് അവിടെ എല്ലാം ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം എന്താണ് റൂമിൽ കയറുന്നതിന് മുമ്പ് തന്നെ പേഴ്സൺസ് മസ്റ്റായിട്ട് ഇന്ന സാധനങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ട വസ്തുക്കൾ തീർച്ചയായിട്ടും അവിടെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ക്യാപ്പുകൾ ഉണ്ടാവും, എന്താണ് ഹെഡ് കവർ ചെയ്യാനുള്ള ക്യാപ്പുകൾ ഉണ്ടാവും, മാസ്ക് ഉണ്ടെങ്കിൽ മാസ്ക് ഉണ്ടാവും, എന്താണ് അതേമാതിരി തന്നെ ഗൗൺ ഉണ്ടാവും അല്ലെ. അതേമാതിരി ഷൂ, പ്രത്യേക ചപ്പലുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർ ഓടിപ്പോയി ചപ്പലൊക്കെ മാറി അതിൻ്റെതായ ചപ്പലുകളൊക്കെ ഇട്ട് കൈയൊക്കെ നന്നായി കഴുകി ഗ്ലൗസുകളൊക്കെ ധരിച്ച് അവര് ധരിക്കേണ്ട ഗൗണൊക്കെ ധരിച്ച് മാസ്കുകളൊക്കെ വെച്ച് എന്താണ് അതേമാതിരി തന്നെ ക്യാപ്പുകളൊക്കെ വെച്ചതിന് ശേഷം മാത്രമാണ് അതിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. അത് ഹോസ്പിറ്റലിന്റെ ഒരു പോളിസിയാണ് അല്ലെ. ആ ഹോസ്പിറ്റലിന്റെ പോളിസി അനുസരിച്ച് ഇതാണ് ഏജൻസി പോളിസി ചെയ്യുന്നത് വളരെ തന്നെ കൈകാര്യം ചെയ്യുക എന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താണ് വേറെ എന്തെങ്കിലും? എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ടുകളുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നമ്മള് പോളിസിയിൽ കുറച്ച് പോളിസികൾ കണ്ടു അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള പോളിസികളാണ് എങ്കിലും ചിലപ്പോഴെങ്കിലും ചില പോയിന്റ്സുകളൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്. അതേമാതിരി തന്നെ ഏതെങ്കിലും അല്ലെ പോളിസി ലൈനുകളിൽ പെടുന്ന ഭാഗങ്ങൾ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അറിയാവുന്ന പോയിന്റ്സ് ആണ് നമ്മുടെ മൈൻഡിലേക്ക് വരും അല്ലെ. ഓട്ടോമാറ്റിക്കലി ഓർമ്മിച്ച് എടുക്കാൻ പറ്റുന്ന പോയിന്റ്സുകളാണ്. Then next നോക്കാം. Each operating room varies depending on the type of surgery being done. നമുക്കറിയാം ഓരോ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള സർജിക്കൽ പ്രോസസ്സ് നടത്തുന്ന റൂമുകളാണ് അല്ലെ. ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം വലിയ സർജറികൾ നടത്തുന്ന ഓപ്പറേഷനുകൾ ഉണ്ടാവും, ചെറിയ സർജറികൾ നടത്തുന്ന ഓപ്പറേഷൻ റൂമുകളുണ്ടാവും അല്ലെ. അപ്പൊ അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാവും. ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ ആവശ്യകതയുണ്ട്. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഒരു നമ്മുടെ അവയവങ്ങൾ എന്തെങ്കിലും മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയയാണെങ്കിൽ അതിന് അതിൻ്റെതായ കുറെ പ്രിക്വേഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് മാത്രമല്ല നമുക്ക് ചെറിയ ഓപ്പറേഷൻസ് ഒക്കെ ഏതെങ്കിലും ഒരു എന്താണ് പറയാ നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു ലോക്കൽ അനസ്തേഷ്യയൊക്കെ കൊടുത്തുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ അതിൻ്റെതായ റിസ്ക് ഉണ്ടാവും. അപ്പൊ അതന്നെയാണ് ഇവിടെ ഹെഡിങ്ങിൽ തന്നെ പറയുന്നത്. ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരിയസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീയിങ് ഡൺ. ഏത് ടൈപ്പിലുള്ള സർജറി ആണോ നടത്തുന്നത് അതനുസരിച്ചിട്ട് ഓരോ ഓപ്പറേറ്റിംഗ് റൂമിന്റെയും പ്രവർത്തനങ്ങൾക്കൊക്കെ വ്യത്യസ്തതയുണ്ടാവും. നോക്കാം അതിന്റെ എക്യുപ്മെന്റ്സിലും സജ്ജീകരണത്തിലൊക്കെ വ്യത്യസ്തങ്ങളുണ്ടാവും. നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദ ഓപ്പറേറ്റിംഗ് ടേബിൾ in the center of the room should be able to raise, lower and tilt in any direction. അതായത് ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്പറേഷന് വിധേയമാകുന്ന പേഴ്സൺ അല്ലെ അവിടെ കിടക്കേണ്ടത് അല്ലെ. ഓപ്പറേഷന് വിധേയമാകുന്ന പേഴ്സണെ ആയതുകൊണ്ട് തന്നെ അത് എവിടെ സജ്ജീകരിക്കണം, ആ ടേബിൾ എവിടെ സജ്ജീകരിക്കണം എന്ന് പറയുന്നത് സെൻട്രലി ആയിട്ട് സജ്ജീകരിക്കണം. അത് മാത്രമല്ല ആ ടേബിളിന് ചില പ്രത്യേകതകളുണ്ട്. എന്താ പറയുന്നത്? അത് ഉയർത്താൻ പറ്റണം അല്ലെ. ഏബിൾ ടു റേസ് അത് ആവശ്യമുള്ളപ്പോൾ ഡോക്ടറിന്റെയൊക്കെ ആവശ്യകത അനുസരിച്ചിട്ട് ഉയർത്താൻ പറ്റുന്നതായിരിക്കണം.
താഴ്ത്താൻ ലോവർ അല്ലെ താഴ്ത്താൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് ടിൽറ്റ് ചെരിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഏത് ഡയറക്ഷനിലേക്ക് ഉയർത്താനും താഴ്ത്താനും ചെരിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ടേബിൾ ആണ് സജ്ജീകരിക്കേണ്ടത്. അത് എവിടെ ഇടണമെന്ന് പറയുന്നത് സെൻട്രലി ആണ് അത് ഇടേണ്ടത് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്. അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കാം, അത് സെൻട്രലി ആണ് സ്ഥാപിക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു റേസ് ലോവർ ആൻഡ് ടിൽറ്റ് ഇൻ എനി ഡയറക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. The operating room lamps allow for brilliant illumination without a shadow in the case of a surgery. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ലൂമിനസ് എന്ന് പറഞ്ഞ മാതിരി തന്നെ പ്രകാശപൂരിതമായ അല്ലെങ്കിൽ ഇവിടെ ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചം, ബ്രില്യന്റ് ആയിട്ടുള്ള വെളിച്ചം കിട്ടുന്ന, ഒരിക്കലും ഷാഡോകളൊന്നും വരാത്ത തരത്തിലുള്ള വെളിച്ചം കിട്ടുന്ന ഒരു പ്ലേസ് ആയിരിക്കണം ഓപ്പറേറ്റിംഗ് റൂമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഓപ്പറേറ്റിംഗ് റൂം ലാംപ്സ് അവിടെ എന്തായിരിക്കണം? ആ റൂമില് മസ്റ്റായിട്ടും ബ്രില്യന്റ് ആയിട്ടുള്ള വെളിച്ചം അവിടെ ഉണ്ടായിരിക്കണം. ഒരിക്കലും നിഴലൊന്നും അടിച്ച് അല്ലെ വെളിച്ചത്തെ തടസ്സം പെടുത്താനൊന്നും പാടില്ല എന്ന് നമുക്കറിയാലേ. സർജറി നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ഷേഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ സർജറിയെ ബാധിക്കും, ഇല്ലേ? ബാധിക്കില്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം, എന്താണ് പേഷ്യന്റ് വിൽ ബി ലിങ്ക്ഡ് ടു. ഓക്കെ, patient will be linked to different monitors that keep a track of vital signs. This consists of your heart rate and blood pressure. നോക്കാം, നമ്മൾ മിക്കപ്പോഴും മോണിറ്ററിംഗ് നടത്തിയിട്ടായിരിക്കും അല്ലെ ഓപ്പറേഷൻ നടത്തുന്നതിനൊപ്പം തന്നെ നമ്മുടെ പ്രഷറും ഹാർട്ട് റേറ്റ് ഒക്കെ നന്നായിട്ട് തന്നെയാണോ പോകുന്നത്, എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും അല്ലേ? ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു മോണിറ്ററിംഗ് സംവിധാനം അവിടെ സൂക്ഷിക്കണം. അതിന്റെ പ്രധാനപ്പെട്ട സയൻസ് അല്ലെ, നമ്മുടെ സിഗരല് കൃത്യമായിട്ട് തന്നെ എന്തെങ്കിലും റോങ് ഉണ്ടായെങ്കിലാണ് ഡോക്ടേഴ്സും നഴ്സുമാരും അതിന്റെ നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അതാണ് പറയുന്നത് പേഷ്യന്റ് വിൽ ബി ലിങ്ക്ഡ് ടു, അത് മസ്റ്റായിട്ടും മോണിറ്ററിംഗ് സംവിധാനത്തിൽ ലിങ്ക് ചെയ്തിരിക്കണം അല്ലെ. മോണിറ്റേഴ്സ് ദാറ്റ് കീപ്പ് ട്രാക്ക് ഓഫ് വൈറ്റൽ സയൻസ്. ദീസ് കൺസിസ്റ്റ് ഓഫ് യുവർ ഹെർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. മോണിറ്റർ ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹെർട്ട് റേറ്റും ബ്ലഡ് പ്രഷറൊക്കെയാണ് മോണിറ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. A ventilator or breathing machine stands close to the head of the operating table. If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. അതായത് നമ്മളിപ്പോ വെന്റിലേറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ബ്രീതിങ് പ്രോബ്ലംസ് വരുമ്പോഴാണ് വെന്റിലേറ്റർ യൂസ് ചെയ്യേണ്ടത് അല്ലെ? ആണോ? അപ്പൊ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ മസ്റ്റായിട്ട് വെന്റിലേറ്ററിന് അവിടെ മസ്റ്റായിട്ട് ആ മെഷീൻ അവിടെ സ്ഥാപിച്ചിരിക്കും. അത് എവിടെ സ്ഥാപിച്ചിരിക്കണം എന്ന് പറയുന്നത്? ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ്സ് ക്ലോസ് ടു ദ ഹെഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ടേബിൾ. ആ ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ അടുത്ത് അതിനോട് ചേർന്ന് ഏത് മെഷീൻ സ്ഥാപിക്കണം എന്നാ പറയുന്നത്? ഏത് മെഷീന്റെ കാര്യം പറയുന്നത്? വെന്റിലേറ്റർ. ഓക്കെ, വെന്റിലേറ്റർ മെഷീൻ ഓപ്പറേഷൻ റൂമിന്റെ ടേബിളോട് ചേർന്ന് അല്ലെ ഹെഡിനോട് ക്ലോസ് ആയിട്ട് തന്നെ സ്ഥാപിക്കണം എന്ന് പറയുന്നു. ഇൻ കേസ് ഇഫ് ദ പ്രൊസീജിയർ ഈസ് ഡൺ അണ്ടർ ജനറൽ അനസ്തീഷ്യ. നമുക്കറിയാം ഒന്ന് രണ്ട് തരത്തിലുള്ള പലതരത്തിലുള്ള അനസ്തീഷ്യകളുണ്ട് അല്ലെ. വളരെ സമയം കുറച്ച് കൊടുക്കുന്ന അനസ്തീഷ്യ ഉണ്ട്, ചിലപ്പോൾ അല്ലെ ലോക്കൽ അനസ്തീഷ്യ പോലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം അനസ്തീഷ്യ കൊടുക്കുന്നുണ്ട്. അതേസമയം ജനറൽ അനസ്തീഷ്യ നമുക്കറിയാം പൂർണ്ണമായിട്ടും അനസ്തീഷ്യ അല്ലെ, അവര് ബോധരഹിതമായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അവിടെ എന്താ പ്രത്യേകത? അവിടെ മസ്റ്റായിട്ട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് നമ്മള് വെന്റിലേറ്റർ മെഷീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇല്ലേ? അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ഉള്ളവരും ചിലപ്പോൾ ഉണ്ടാവും. എനിവേ എന്താണ് ഇവിടെ വെന്റിലേറ്റർ മെഷീന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ ജനറൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അനസ്തീഷ്യ കൊടുക്കുന്ന ഒരു ടൈം ആണെങ്കിൽ തീർച്ചയായിട്ടും വെന്റിലേറ്റർ മെഷീന്റെ ഉപയോഗം ഇവിടെ ചെയ്തവരും ഒക്കെയുണ്ട്. എനിവേ എന്താണ് അങ്ങനത്തെ ഉപയോഗം അല്ലെ, ആ ഒരു വെന്റിലേഷന്റെ ഉപയോഗം വേണ്ടി വരും. എന്താ പറയുന്നത്? വിൽ ബ്രീത്ത് ഫോർ യു ഇൻ ദ കോഴ്സ് ഓഫ് ദ പ്രൊസീജിയർ, മൂവിങ് ഓക്സിജൻ ആൻഡ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് യുവർ ലങ്സ് അല്ലെ. ആ പ്രൊസീജിയർ നടത്തുന്ന ആ ഒരു അനസ്തേഷ്യയുടെ പ്രൊസീജിയർ നടത്തുന്ന മൊമെന്റിൽ തുടങ്ങി എന്താണ് ഈ വെന്റിലേറ്ററിന്റെ ഉപയോഗവും അവിടെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. ഓക്സിജൻ ഉള്ളിലേക്ക്
പുറത്തേക്കും ലങ്സിലൂടെ പുറത്തേക്കും വരുന്ന ആ ഒരു വെന്റിലേഷന്റെ സഹായത്തോടു കൂടി പുറന്തള്ളുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. A ventilator or a breathing machine stands close to the head of the operating table. If the procedure is done under general anesthesia, നമ്മൾ ആദ്യത്തെ പോയിന്റ് കണ്ടു, എന്താണ് വെന്റിലേറ്റർ മെഷീൻ എന്തായാലും അവിടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, ജനറൽ അനസ്തേഷ്യ ആണ് കൊടുക്കുന്നതെങ്കിൽ അല്ലെ ആ ഒരു വെന്റിലേറ്ററിന്റെ ഉപയോഗം എന്നുള്ളത് മസ്റ്റായിട്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, will breathe of you in the course of the procedure moving oxygen and air in and out of your lungs. ആ ഒരു വെന്റിലേറ്ററിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അത് കൊടുക്കുന്ന ആ ടൈമിൽ തന്നെ വെന്റിലേറ്ററിന്റെ ഉപയോഗവും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡിയാക്കി നിർത്തണം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ജെംഫ്രി ഇൻസ്ട്രുമെന്റ്സ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് സർജറി. എന്താ പറയുന്നത്, ജെംഫ്രി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അണുക്കളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വസ്തുക്കളാണ് അല്ലെ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ്, എക്യുപ്മെന്റ്സും സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഏതിന്റെ സമയത്ത്, സർജറിയുടെ സമയത്ത് അല്ലെ. ജെംഫ്രി ഇൻസ്ട്രുമെന്റ്സ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് സർജറി. സർജറിയുടെ സമയത്ത് അണുക്കളൊന്നും ഇല്ലാത്ത അണുവിമുക്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ഡയതർമിക് മെഷീൻ. എന്താണ് ഡയതർമിക് മെഷീന്റെ പ്രത്യേകത, ടു കൺട്രോൾ ബ്ലീഡിങ് യൂഷ്വലി ഈസ് പ്രസന്റ്. അതായത് ബ്ലീഡിങ് വരികയാണെങ്കിൽ അല്ലെ, ബ്ലീഡിങ്ങിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് ഏത് മെഷീൻ, ഇത് മെഷീന്റെ കാര്യം പറയുന്നത് ഡയതർമിക് മെഷീൻ. ഏത് മെഷീനാണ്, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്ന മെഷീന്റെ പേരെന്താണ്, നോട്ട് ചെയ്യാം ആ പോയിന്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഡയതർമിക് മെഷീൻ, ഡയതർമിക് മെഷീൻ ആണ് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്കറിയാം ബ്ലീഡിങ് ഒക്കെ ഓപ്പറേഷന്റെ ടൈമിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അധികം പോവുകയാണെങ്കിൽ ഇത് അല്ലെ ഇലക്ട്രോണിക്സിന്റെ സഹായത്തോടെ തന്നെ ചൂട് കടത്തിവിട്ട് ഞരമ്പിലൂടെ അതിനെ ഒന്ന് പുഷ് ചെയ്ത് ഡയതർമിക് മെഷീന്റെ സഹായത്തോടുകൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഡയതർമിക് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നേഴ്സിനെ ആ ബ്ലീഡിങ്ങിന്റെ ഫ്ലോയെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ മസ്റ്റ് ആയിട്ടും വേണ്ടിയിരിക്കുന്ന സ്ഥലമാണ് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. കാരണം നമുക്കറിയാം എന്തെങ്കിലും മുറിവുകളിലൂടെ വരാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഡയതർമിക് മെഷീൻ അവിടെ മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ്. ഡയതർമിക് മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിങ് യൂഷ്വലി ഈസ് പ്രസന്റ്. മിക്കവാറും ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്താണ് ബ്ലീഡിങ് കൺട്രോൾ മെഷീൻ, വിച്ച് മെഷീൻ ഈസ് ബ്ലീഡിങ് കൺട്രോൾ മെഷീൻ അല്ലെ, വിച്ച് മെഷീൻ യൂസ്ഡ് ഫോർ ബ്ലീഡിങ് കൺട്രോൾ. അപ്പൊ നമ്മൾ ഏത് മെഷീൻ ആയിരിക്കും, ഡയതർമിക് മെഷീൻ. അപ്പൊ ആ മെഷീന്റെ പേര് മറക്കണ്ട, ഡയതർമിക് മെഷീൻ. നെക്സ്റ്റ് നോക്കാം, ഇഫ് ദ സർജറി റിക്വയർസ് ഇറ്റ് എ ഹേർട്ട് ലങ് മെഷീൻ or other specialized tool may be brought into the body. കേസ് നമ്മൾ സർജറി ചെയ്ത ആവശ്യമനുസരിച്ച് ഡോക്ടേഴ്സിന് ചില പേഷ്യൻസിന്റെ കുഴപ്പങ്ങളൊക്കെ അറിയാം അല്ലെ. അപ്പൊ അവര് പറയും ഇന്ന മെഷീനുകളൊക്കെ, റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ള മെഷീൻ വ്യക്തിയായതുകൊണ്ട് ഇന്ന മെഷീൻ വേണം, അല്ലെങ്കിൽ അല്ലെ എന്തെങ്കിലും നമുക്കറിയാം ഡോക്ടറിന് നേരത്തെ കൂട്ടി അത് മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഹേർട്ടിന്റെയോ ലങ്സിന്റെയോ എന്തെങ്കിലും പ്രോബ്ലംസ് നേരത്തെ കൂട്ടി മനസ്സിലാക്കുകയാണ് എങ്കിൽ അതനുസരിച്ചിട്ട് പ്രിപ്പറേഷന് മുന്നോടിയായിട്ട് ചില മെഷീൻസും കൂടി വേണ്ടി വരുമെന്ന് ഡോക്ടർ ഡിസൈഡ് ചെയ്യും. അതനുസരിച്ചിട്ടും ഉള്ള മെഷീൻസ് അവിടെ കീപ്പ് ചെയ്യേണ്ടതാണ്. Then operating room will likely be called to reduce bacterial growth. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എപ്പോഴും എന്താണ് ആ റൂം എങ്ങനെയായിരിക്കണം, ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയുള്ളതായിരിക്കണം, കോൾഡ് ആയിരിക്കണം അല്ലെ, എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂം ആയിരിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ റൂം അങ്ങനെ എയർ കണ്ടീഷൻ ആണെന്ന് പറയുന്നത്, ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെ, അതിന്റെ വളർച്ച കൺട്രോൾ ചെയ്യാൻ വേണ്ടി റെഡ്യൂസ് ബാക്ടീരിയസിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കാം ഓരോ പോയിന്റ്സും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫസ്റ്റ് പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഡയതർമിക് മെഷീന്റെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രത്യേകതയുടെ ഇതിൽ നമുക്ക് ചോദിക്കാറുണ്ട് അല്ലെ. ഇലൂമിനേഷൻ നമ്മളെ വെളിച്ചം ധാരാളം വെളിച്ചവും അതേപോലെ ശാഖകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള റൂമായിരിക്കണം നമ്മുടെ കാര്യം. ഓക്കെ, അയച്ചു നോക്കിയിട്ട് ഏതെങ്കിലും ഭാഗങ്ങള് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ക്ലിയർ ആണോ? ആണോ? എല്ലാവരും സൈലന്റ് ആണ്. ക്ലിയർ ആണോ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുറച്ചുകൂടി സമയം വേണോ വായിക്കാനായിട്ട്? നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണ്. സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ. നമുക്കറിയാം വിവിധ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. എന്താണ് നമ്മുടെ ഓപ്പറേഷൻ റൂം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരുന്നു വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഏരിയ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഓപ്പറേഷനിന്റെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് പല സോണുകളായിട്ടാണ് ഓപ്പറേഷൻ റൂമിന്റെ പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതാണ് സോണിംഗ് ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ എന്ന് പറയുന്നത്. നോക്കാം. ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ സ്യൂട്ട് ഈസ് എ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഇൻ എ ജനറൽ ആൻഡ് വൂണ്ട് ഇൻഫെക്ഷൻ ഇൻ എ പർട്ടിക്കുലർ. അതായത് നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലൂടെ, അതായത് അവിടെയുള്ള പേഷ്യൻസിനൊക്കെ പെട്ടെന്ന് രോഗം അല്ലെ അണുക്കൾ കയറി പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്, വൂണ്ട് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത അല്ലെ. നമുക്കറിയാം അവിടെ മുറിവും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടത്തുന്നത് അല്ലെ. ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് ഇൻഫെക്ഷൻസ് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. The suit should be planned with the aim of reducing the risk of a hospital infection being brought into the suit. അതായത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ റൂം അല്ലെ, അത് പ്രധാനമായിട്ട് നല്ല പ്ലാനോട് കൂടിയിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. കാരണം എന്താണ്, അവിടെ ഇൻഫെക്ഷൻസ് വരുന്നത് കുറയ്ക്കാനായിട്ട് അല്ലെ, റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം അതിന്റെ കൈകാര്യങ്ങളെല്ലാം ചെയ്യാൻ അല്ലെ. അപ്പൊ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അവിടെ ഇൻഫെക്ഷൻസ് വരാൻ ധാരാളം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, അത് കുറച്ചുകൊണ്ട് വരാനായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടാണ് ഓപ്പറേഷൻ റൂം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതായത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രൂപകൽപ്പന എന്ത് ആദ്യം ചെയ്യണം, എവിടെ ആദ്യം പേഷ്യൻസിനെ കൈകാര്യം ചെയ്യണം, എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് എവിടെയാണ്, അങ്ങനെയൊക്കെ നല്ലൊരു അറേഞ്ച്മെന്റോട് കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, തത്വങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് നോക്കാം. ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്. അതായത് നമുക്ക് എപ്പോഴും അറിയാം അവിടെ നല്ല ഏരിയ ആയിട്ട് കൈകാര്യം ചെയ്യാം അല്ലെ. സോണിംഗ് എന്ന് പറഞ്ഞാൽ മേഖല എന്നാണ്. മേഖല, ഓരോ സോണുകൾ മേഖലയായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ റൂമിന്റെ ഓരോ സോണുകളും. ഓക്കെ, നോക്കാം. ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്. എന്താണ്, ഫ്ലോ വിതിൻ ദ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് ഷുഡ് ബി kept apart as best as possible. അതായത് നമുക്ക് എപ്പോഴും ഈ ട്രാഫിക് അല്ലെ, നമുക്ക് മലിനമായിട്ടുള്ള ഒരു ട്രാഫിക്കിൽ പെടുന്ന ഒരു ഏരിയ ആവരുത് ഓപ്പറേഷൻ റൂം അല്ലെ. നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയണം അവിടെ എന്താണ്, എല്ലാ മലിനമായിട്ടുള്ള വേസ്റ്റുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടുന്ന അതിന്റെയൊക്കെ അരിയത്തൊന്നും ഓപ്പറേഷൻ റൂം സ്ഥാപിക്കാൻ പാടില്ല അല്ലെ. ശരിയാണോ? ആണോ? ഓപ്പറേഷൻ റൂം എപ്പോഴും നല്ല ഒരു ഓക്കെ. അപ്പൊ നമ്മള് വെല്ലായിട്ട് സംരക്ഷിക്കേണ്ട ഒരു മേഖലയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഫ്ലോ വിത്ത് ദ ഓപ്പറേഷൻ റൂം ഷുഡ് ബി കെപ്റ്റ് അപ്പാർട്ട് ആസ് ബെസ്റ്റ് ആസ് പോസിബിൾ. ഏറ്റവും നല്ലത് അല്ലെ, ഏത് മേഖലയിലാണ് അധികം ഇതുകളൊന്നും ഇല്ലാത്തത് അല്ലെ, മലിനമാകപ്പെടാത്ത ഏരിയ എന്നുള്ളത് വെച്ച് അതിവിടെ കൈകാര്യം ചെയ്യണം. സ്പേസ് ഇൻ ദ സ്യൂട്ട് ഹാവ് ടു ബി അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ that while moving from one space to another, there should be a constant progression of clean lines from the entrance to operation theater suite to the operating room. അതായത് നമ്മൾ എപ്പോഴും നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. ഒരിക്കലും എന്താണ്, നല്ല ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകുമ്പോൾ, ഓപ്പറേഷൻ റൂമിന്റെ തന്നെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്കൊക്കെ പോകുമ്പോൾ മലിനമാകപ്പെടുന്ന പ്ലേസിലേക്കൊന്നും പോകാനായിട്ട് പാടില്ല. അതായത് നന്നായിട്ട് കൈകാര്യം ചെയ്യണം. അവിടെ എൻട്രൻസ് തുടങ്ങി ഓപ്പറേഷൻ നടത്തുന്ന ആ ഒരു ഘട്ടം വരെയുള്ള ഏരിയകളൊക്കെ എന്താണ്, സ്റ്റെറിലൈസേഷൻ, അണുക്കളെ വിമുക്തമാക്കുന്ന രീതിയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കെയർ കൊടുക്കണം അല്ലെ. സ്പേസ് ഇൻ ദ സ്യൂട്ട് ഹാവ് ടു ബി അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ that while moving from one space to another there should be constant progression of a clean lines. എപ്പോഴും എന്താണ്,
നല്ല അല്ലെ വൃത്തിയുള്ള ഒരു പ്രോഗ്രഷൻ, ഒരു പുരോഗതി ഉണ്ടാകുന്ന തരത്തിലായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. എന്ത് ഓപ്പറേഷൻ റൂമില് കിടക്കുന്നത് മുതല് ഓപ്പറേഷൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആ ഒരു റൂം എന്ന് പറയുന്നത് ഒരിക്കലും അണുക്കള് വെറ്റിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. എന്താണ് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. സ്റ്റാഫ് ഹു ആർ വർക്കിംഗ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി able to move from one clean area to the other without having to pass through unprotected areas. അവിടെ നമുക്ക് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണെങ്കിൽ തന്നെ എന്താണ് നമുക്കറിയാം, അവിടെ സ്റ്റെറിലൈസേഷൻ ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ധരിച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയ ആണ് അല്ലെ. അപ്പൊ അവരൊരിക്കലും അവിടെയുള്ള വർക്കേഴ്സ് ഒന്നും ഒരിക്കലും എന്താണ് മറ്റ് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിലേക്കൊന്നും പോവാത്ത തരത്തിലുള്ള രീതിയിലായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. സ്റ്റാഫ് ഹു ആർ വർക്കിംഗ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റ് should be able to move from one clean area. എപ്പോഴും ക്ലീൻ ഏരിയ നിന്ന് ക്ലീൻ ഏരിയ അല്ലെ, ആ ഒരു റൂമില് എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള പ്ലേസുകളായിരിക്കാം. നമുക്കറിയാം അവിടെ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഓപ്പറേഷനൊക്കെ നടത്തി കഴിയുമ്പോൾ വേസ്റ്റുകളൊക്കെ വരില്ലേ, വരുമോ, ഉണ്ടാവോ? ഓരോ ഓപ്പറേഷനൊക്കെ നടത്തി കഴിയുമ്പോൾ അണുക്കളൊക്കെ നിറഞ്ഞ ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റി കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും, ഇല്ലേ? വേണ്ടി വരും. ഓക്കെ. പക്ഷെ അവിടങ്ങളിൽ അല്ലെ നമ്മളിപ്പോ എപ്പോഴും അതിൽ കൂടി ഇതിപ്പോഴും പാസ് ചെയ്യുന്ന ഒരു ഏരിയ ആക്കിയത്. അപ്പൊ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സംഭവങ്ങൾക്കൊക്കെ വേറൊരു ഏരിയ ആയിരിക്കും അല്ലെ. നമ്മൾ അല്ലെ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എൻട്രൻസ് തുടങ്ങിയ പ്രൊസീജിയർ ഒക്കെ നടത്തുന്ന പ്ലേസ് വരേക്ക് അവിടെയുള്ള സ്റ്റാഫുകൾ കൈകാര്യം ചെയ്യുമ്പോഴൊന്നും എന്താണ് മലിനമാകപ്പെട്ട ഏരിയകളിലൂടെ ഒന്നും പോവാത്ത വിധത്തിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കാം. Solid materials and waste have to be eliminated from the operating rooms without the passing through clean areas. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വേസ്റ്റുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ, അതൊക്കെ നമ്മൾ മാറ്റേണ്ടതുമാണ്. തീർച്ചയായിട്ടും എന്താണ് ഈ നല്ല ഏരിയയിൽ കൂടെ ഒന്നും പാസ് ചെയ്തിട്ടായിരിക്കരുത് അത്തരത്തിലുള്ള അല്ലെ അണുക്കൾ നിറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളത്. അണുക്കൾ നിറഞ്ഞ വസ്തുക്കൾ ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിരിക്കുന്ന വ്യക്തികൾക്കൊന്നും അതിൽ കൂടെ പാസ് ചെയ്യാത്ത രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. Then operation theater ventilation should be free of the air movement of the rest of the hospital. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ വളരെയധികം അല്ലെ മാലിന്യങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു എയർ ഫ്ലോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ റൂമിൽ കിടക്കുന്ന എയറുകൾ അല്ലെ അവിടേക്ക് വരുന്ന എയറുകളൊന്നും മലിനമാകപ്പെട്ട ഇതിലൂടെ സഞ്ചരിച്ചിട്ട് വരുന്ന എയറുകൾ ആവരുത്. അതായത് നല്ല ശുദ്ധമായിട്ടുള്ള എയർ അല്ലെ, നല്ല വായു പ്രവേശനമായിരിക്കണം അതിന്റെ ഫ്ലോയിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ വരേണ്ടത്. ഓപ്പറേഷൻ തിയേറ്റർ വെന്റിലേഷൻ ഷുഡ് ബി ഫ്രീ ഓഫ് ദ എയർ മൂവ്മെന്റ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നല്ല ശുദ്ധമായിട്ടുള്ള വായു പ്രവാഹം തന്നെയായിരിക്കണം എവിടേക്ക് വരേണ്ടത്, ഓപ്പറേഷൻ റൂമിലേക്ക് വരേണ്ടത്. മലിനമാകപ്പെട്ട വായുപ്രവേശങ്ങളൊന്നും അവിടേക്ക് കടന്നു വരാനായിട്ട് പാടുള്ളതല്ല. The direction of airflow within the operation theatre suite should be from cleaner to less cleaner area. അതായത് ശുദ്ധമായ വായു അത് നമ്മുടെ നല്ല പ്ലേസുകളിലെല്ലാം നല്ല ശുദ്ധമായത് തന്നെയായിരിക്കണം. പിന്നെയാണ് ലെസർ ഏരിയയിലേക്ക് പോകാനായിട്ട് പാടുള്ളത് ഉള്ളൂ. ക്ലിയർ ആയോ? വെന്റിലേഷന്റെ പ്രത്യേകത എന്താണെന്ന് ാണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റും കൂടി ഉണ്ട്, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Therefore, the whole operation theatre suite is designed on the concept of a four zone. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു അല്ലെ. എപ്പോഴും നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഏരിയ ആയിരിക്കണം. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ വസ്തുക്കളാണ് അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. മലിനമാകപ്പെട്ട ഭാഗങ്ങളിൽ കൂടെ ഒന്നും ആരും സഞ്ചരിക്കാൻ അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്നവരൊന്നും സഞ്ചരിക്കാൻ പാടില്ല. വെന്റിലേഷൻ ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള എയർ ഫ്ലോ ആയിരിക്കണം എന്നൊക്കെയുള്ള കാര്യം പാടും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ പ്രത്യേകമായിട്ട് തന്നെ ഒരു 4 സോണായിട്ട് 4 മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് സോണ്, ക്ലീൻ സോണ്, സ്റ്റെറൈൽ സോണ്, ദെൻ ഡിസ്പോസൽ സോൺ. എന്ന് വെച്ചാൽ നമ്മുടെ സംരക്ഷിത മേഖല, നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയ, ദെൻ അണുവിമുക്തമായിട്ടുള്ള ഏരിയ, ദെൻ എന്താണ് നമ്മുടെ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. അങ്ങനെ 4 രീതിയിൽ തന്നെയാണ് സോൺ തിരിച്ചിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. അതിന്റെ ടേബിളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതുവരേക്കും ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും.
ആർക്കും ഡൗട്ടുകളൊന്നുമില്ല, കണ്ടിന്യൂ ചെയ്തോട്ടെ. നോക്കാം നെക്സ്റ്റ്. അപ്പൊ നമ്മള് 4 സോണായിട്ട് തിരിക്കുന്ന കാര്യം പറഞ്ഞു. സോണുകളുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം, കാരണം മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അല്ലെ. ഏതിന്റെ അണ്ടറിലാണ് ചേഞ്ചിങ് റൂം വരുന്നത്, റിക്കവറി റൂം വിച്ച് സോൺ അല്ലെ, ഏത് സോണിന്റെ അണ്ടറിലാണ് റിക്കവറി റൂം, സ്ക്രബ് റൂം ഏത് സോണിന്റെ കീഴിലാണ് അല്ലെ. അപ്പൊ അത് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോകാം. എന്താണ് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുമ്പോൾ സംരക്ഷിത മേഖല അല്ലെ. അവിടെ എന്തൊക്കെയാണ് നമുക്കറിയാം. റിസപ്ഷൻ വെയിറ്റിംഗ് ഏരിയ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് വിധേയമാകാൻ പോകുന്ന വ്യക്തിയാണെങ്കിലും പേഷ്യന്റ് ആണെങ്കിലും തീർച്ചയായിട്ടും റിസപ്ഷനിൽ വെയിറ്റിംഗ് ഏരിയയിൽ പോകണം അല്ലെ. റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അവരെന്താണ് പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത്. ദെൻ പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന മറ്റൊരു കാര്യം ചേഞ്ചിങ് റൂം. അതായത് നമുക്ക് ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യണം അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം അല്ലെ സംരക്ഷിക്കപ്പെടുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ദെൻ പ്രീ അനസ്തേഷ്യ, അതായത് അനസ്തേഷ്യക്ക് മുമ്പ് ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്ന പ്രീ അനസ്തേഷ്യ റൂം. ദെൻ സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ് അല്ലെ, അവിടെ ആണ് പേഷ്യന്റിന്റേതായിട്ടുള്ള സംഭവങ്ങൾ അല്ലെ, എല്ലാ കാര്യങ്ങളൊക്കെ റെക്കോർഡ്സും അതേമാതിരി തന്നെ എന്തെങ്കിലും മെഡിസിൻസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദെൻ ഓട്ടോക്ലാവ് TSCU, നിങ്ങൾക്ക് ഇത് ഈ ഒരു പേജ് കവർ ചെയ്തിട്ട് അടുത്തേക്ക് പോകാം. എല്ലാം കൂടി പഠിച്ചു നിങ്ങൾക്ക് ഡൗട്ട്. എന്തായാലും പ്രൊട്ടക്റ്റീവ് സോൺ ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുമ്പോൾ നമ്മൾ കയറി ചെയ്യുന്ന ഡോക്ടറെ വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് റിസപ്ഷനിൽ വെയിറ്റിംഗ് ഏരിയ, അവിടെ ലേഡീസ് ഒക്കെ ഉണ്ട്. ദെൻ അതോടൊപ്പം തന്നെ ആ ഏരിയ തന്നെയാണ് ചേഞ്ചിങ് റൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അവിടെ തന്നെയാണ് അനസ്തേഷ്യക്ക് മുമ്പ് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്ന അനസ്തേഷ്യ റൂം. ദെൻ സ്റ്റോർ റെക്കോർഡ്സ് സ്റ്റോറുകളും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത്. നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും ഞങ്ങൾ ഇതൊന്നും വരെ നമ്മൾ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഇത്ര റൂമുകളൊന്നും കൈകാര്യം ചെയ്ത് പോയിട്ടില്ല എല്ലാം ചിലരെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടാവും. ഉണ്ടോ ഓപ്പറേഷന് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഉണ്ട്. ഓക്കെ. അപ്പൊ എനിക്കും ഓർമ്മ തോന്നിയത്, പക്ഷെ അത് നമുക്ക് അടുത്തൊരു പോയിന്റിൽ പഠിക്കാനുണ്ട്. യൂഷ്വൽ ഏരിയാസ് ഡെഫിഷ്യൻസി. ചില ഹോസ്പിറ്റലൊന്നും ഇങ്ങനെ എല്ലാ ഏരിയകളും ഉണ്ടാവണമെന്നില്ല, പക്ഷെ മസ്റ്റ്ലി ഉണ്ടായിരിക്കേണ്ട ഏരിയകൾ, സോണിൽ ഉണ്ടായിരിക്കേണ്ട ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ അറേഞ്ച് ചെയ്യേണ്ടതാണ്. പ്രൊട്ടക്റ്റീവ് സോണിലാണ് റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്, ചേഞ്ചിങ് റൂം, പ്രീ അനസ്തീഷ്യ, സ്റ്റോർസ്, റെക്കോർഡ്സ്, താഴേക്ക്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാം. ഇനി ക്ലീൻ സോൺ നോക്കാം. നല്ല വൃത്തിയുള്ള ഏരിയ എന്ന് പറഞ്ഞ് തരംതിരിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം. അവിടെ ഓപ്പറേഷന് തൊട്ട് മുമ്പുള്ള അല്ലെ റൂം അവിടെയാണ്. അവിടെ റിക്കവറി റൂമും ഉണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒബ്സർവേഷന് വിധേയമാകുന്ന ഒരു ഏരിയ ഇല്ലേ. അങ്ങനെ ഒരു ഏരിയയിൽ നമ്മൾ മിക്കപ്പോഴും അല്ലെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കടത്താറുണ്ട് ഇല്ലേ. കുറച്ചു നേരത്തേക്ക് ഒബ്സർവേഷൻ കഴിച്ചാൽ ഓക്കെ 1-2 മണിക്കൂറോ അല്ലെങ്കിൽ കുറച്ചു നേരമൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. എങ്കിൽ കൂടി ഒരു ഒബ്സർവേഷൻ റൂം എന്നുള്ള രീതിയിൽ റിക്കവറി റൂമിലേക്ക് എടുത്താറുണ്ട്. നെക്സ്റ്റ് പ്ലാസ്റ്റർ റൂം. അവിടെയാണ് പ്ലാസ്റ്റർ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ വന്നാണ് പ്ലാസ്റ്ററിംഗ് റൂം കൈകാര്യം ചെയ്യുന്നത്. സ്റ്റാഫ് റൂം. അവിടെയാണ് എല്ലാ സ്റ്റാഫുകളെല്ലാം അല്ലെ ഒന്നിച്ച് ഓപ്പറേഷൻ റൂമിൽ കൈകാര്യം ചെയ്യേണ്ട സ്റ്റാഫുകളെല്ലാം തന്നെ ആ ഒരു റൂമില് പ്രത്യേകം ക്ലീൻ ഏരിയയുടെ സോണിലാണ് സ്റ്റാഫ് റൂം ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇനി മറ്റൊരു ഏരിയയാണ് സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. അതായത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അണുവിമുക്തമായ ഏരിയ, കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഏരിയ അല്ലെ. നല്ല അണുവിമുക്തമായ അസെപ്റ്റിക് സോൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടി അല്ലെ നല്ല ഓപ്പറേറ്റിംഗ് റൂമിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളുള്ള ഏരിയ. അവിടെ നോക്കുക, ഓപ്പറേറ്റിംഗ് റൂം സ്ഥിതി ചെയ്യുന്നത് ആ ഒരു സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ്. അണുവിമുക്തമാക്കിയിട്ടുള്ള ഏരിയയിലാണ് ഓപ്പറേറ്റിംഗ് റൂം സ്ഥിതി ചെയ്യുന്നത്. ദെൻ എന്താണ് സ്ക്രബ് റൂം.
നമുക്കറിയാം അവിടെ തന്നെയാണ് ഗ്ലൗസ് ഇടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ നടത്തിയതിനു ശേഷമാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സും അല്ലെങ്കിൽ മറ്റൊരു ഗ്ലൗസ് ഇടുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അവിടെ വാഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യണം. ദെൻ അനസ്തേഷ്യ ഇൻജക്ഷൻ റൂം, അനസ്തേഷ്യ അല്ലെ നമ്മളെ ബോധരഹിതമാക്കുന്ന ഇൻജക്ഷൻ റൂം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ്. ദെൻ ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, അതായത് പെട്ടെന്ന് നമുക്കറിയാം അവിടെയുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം സ്റ്റെറിലൈസേഷൻ ചെയ്ത എക്യുപ്മെന്റ്സ് ആയിരുന്നു അല്ലെ. അപ്പൊ അതിനെ പറ്റിയ മെഷീൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. ഡിസ്പോസൽ സോൺ, ഡിസ്പോസൽ സോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന വേസ്റ്റുകളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു ഏരിയ അല്ലെ. ഇപ്പൊ ഡേർട്ടി വാഷപ്പ് റൂമാണ്, അവിടെ നമുക്കറിയാം വേസ്റ്റുകളൊക്കെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അവിടെ നമുക്കറിയാം ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ആയിരിക്കും. ഡിസ്പോസൽ കോറിഡോർ ആണ്, അതായത് വേസ്റ്റുകളൊക്കെ സൂക്ഷിക്കാനുള്ള ബിന്നുകളൊക്കെ ഉണ്ടാവും. ദെൻ ജെയിന്റർ ക്ലോസറ്റ്, അതായത് നമ്മുടെ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുള്ള കുറെ എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവും അല്ലെ. ക്ലീനിങ് സെക്ഷൻ്റെതായ സാധനങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്യണം. ഇതില് അപ്പൊ ഇത്രയും നിങ്ങൾ നോക്കിയതിൽ എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? പ്രൊട്ടക്റ്റീവ് സോണ്, ക്ലീൻ സോണ്, സ്റ്റെറൈൽ അസെപ്റ്റീവ് സോണ്, ഡിസ്പോസൽ സോൺ, അങ്ങനെ 4 സോണായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആദ്യത്തെ പോയിന്റ് ഓക്കെ ആയോ? 4 സോണായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രൊട്ടക്റ്റീവ് സോണ്, ക്ലീൻ സോണ്, സ്റ്റെറൈൽ അസെപ്റ്റീവ് സോണ്, ഡിസ്പോസൽ സോൺ. ദെൻ പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന കാര്യങ്ങളാണ് റിസപ്ഷൻ വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്, ചേഞ്ചിങ് റൂം, പ്രീ അനസ്തേഷ്യ, സ്റ്റോർ റെക്കോർഡ്സ്. ക്ലീൻ സോണിലാണെങ്കിൽ നമുക്കറിയാം റിക്കവറി അല്ലെ, നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം മിക്കപ്പോഴും ക്വസ്റ്റ്യൻ കാണുന്നത് റിക്കവറി റൂം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ചേഞ്ചിങ് റൂം ഒക്കെ കാണാറുണ്ട് കേട്ടോ, സ്ക്രബ് റൂം ഈ പോയിന്റ് മിക്കപ്പോഴും കാണാറുണ്ട്. ചേഞ്ചിങ് റൂം, റിക്കവറി റൂം, സ്ക്രബ് റൂം ഒക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലൈൻ മിക്കപ്പോഴും കാണാറുണ്ട്. ഡിസ്പോസൽ കോറിഡോർ ഒക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതിന്റെ അണ്ടറിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് റൂം ആണെങ്കിൽ നമുക്കറിയാം സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ്. ദെൻ എന്താണ് ഡിസ്പോസൽ സോണിൽ കണ്ടു, ഡേർട്ടി വാഷപ്പ് റൂം, ഡിസ്പോസൽ കോറിഡോർ, ദെൻ ജെയിന്റർ ക്ലോസറ്റ്. ഇനി നമുക്ക് പോകാനുള്ള ഒരു 2-3 പോയിന്റ്സും കൂടി ഉണ്ട്. ഇതും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. എന്തെങ്കിലും വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അതിലെ നമ്മൾ കണ്ട പ്രൊട്ടക്റ്റീവ് സോണിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഓട്ടോക്ലേവ് TSSU, TSSU കേട്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. നോട്ട് ചെയ്തോളൂ. ആരെങ്കിലും അറിയാവുന്നവര് മെസ്സേജ് ചെയ്താൽ എല്ലാവർക്കും എളുപ്പം നോട്ട് ചെയ്യാൻ സാധിക്കും. തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ് ആണ്. തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ്, അതായത് ഓപ്പറേഷൻ തിയേറ്ററില് അല്ലെ അണുവിമുക്തമാക്കിയ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ്, സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അണുവിമുക്തമാക്കുന്ന ഒരു മെഷീനാണ് ശരിക്കും പറഞ്ഞ ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് സംവിധാനം എന്ന് പറയുന്നത് അവിടെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ അണുവിമുക്തമാക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഓക്കെ, തിയേറ്റർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ തിയേറ്റർ ആണ്. തിയേറ്റർ സ്റ്റെറൈൽ എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുന്നത്, STERIL, സ്റ്റെറൈൽ സർജിക്കൽ അതായത് നമുക്കറിയാം ഓപ്പറേഷൻ അല്ലെ, സർജിക്കൽ. ഓക്കെ, മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്, നോട്ട് ചെയ്യുന്നവര് നോട്ട് ചെയ്യാം. തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ്, തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം അല്ലെ, ഓട്ടോക്ലേവ് മെഷീൻ, അത് അതിന്റെ ആ എക്യുപ്മെന്റ് നമുക്കറിയാം. എല്ലാ തരത്തിലുള്ള ചെറിയ അല്ലെ പെൻ പോലെയുള്ള കത്തികളോ സിസേഴ്സ് സംഭവങ്ങളെല്ലാം ഉണ്ടാവും. അതൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഓട്ടോക്ലേവിന്റെ സംവിധാനത്തിലിട്ട് അണുവിമുക്തമാക്കിയതിനു ശേഷമാണ് അവിടെ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഓപ്പറേഷന് മുമ്പ് തന്നെ നമുക്കറിയാം ഇതിന്റെ ഒരു സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് ഉണ്ട്. ഇത് സെൻട്രലി ഉണ്ട്. ഇൻ കേസ് പക്ഷെ ഇത്തരത്തില് ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു യൂണിറ്റ് ചിലപ്പോ ഓരോ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവും. അതാണ് ഓട്ടോക്ലേവ് TSSU എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ട്രോളി ബെയർ, നമുക്കറിയാം ഓപ്പറേഷന് മുമ്പ് പേഷ്യന്റിനെ കൊണ്ടുവരുന്നതും അതിനുശേഷം എടുക്കുന്നതുമായിട്ടുള്ള അല്ലെ, അവര് ട്രോളിയിലൊക്കെ ആയിരിക്കും പേഷ്യന്റിനെ കൊണ്ടുവരുന്നത്.
അറിയാം ഓപ്പറേഷൻ ഒക്കെ കഴിയുമ്പോൾ ഒറ്റയടിക്ക് നടന്നു പോകാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ ട്രോളിയൊക്കെ കരുതി വെക്കേണ്ടതാണ്. തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റീവ് സോണിലാണെന്നൊക്കെ കരുതി വെക്കുന്നത്. ദെൻ കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി, ആ ഏരിയയിൽ തന്നെയാണ് ഓപ്പറേഷൻ റൂമിൻ്റെതായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഒക്കെ അതിൻ്റെതായിട്ടുള്ള അല്ലെ ഏതൊക്കെ ഡയറക്ഷനിൽ ഏതൊക്കെ വയർ അതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള സംഭവങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വെക്കും. ക്ലീൻ സോണിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതായത് അസെപ്റ്റിക് സ്റ്റോർ, അസെപ്റ്റിക് എന്നല്ല അത് അവിടെ ഒരു അനസ്തേഷ്യയുടെ ഒരു ബാക്കിപത്രമാണത്. അനസ്തേഷ്യ എന്നുള്ളതാണ് അനസ്തെറ്റിക് സ്റ്റോർ. അനസ്തെറ്റിക് സ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനസ്തേഷ്യമായിട്ട് വരുന്ന എക്യുപ്മെന്റ്സും എന്താണ് മെഡിസിൻസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലേസ്. ഓക്കെ, സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തേരെ. AN കൂടി കൂട്ടിച്ചേർത്തേ. ANAESTHETIC കിട്ടിയോ? ANAESTHETIC. ക്ലിയർ അല്ലേ? AN കൂട്ടിച്ചേർത്താ മതി. ക്ലിയർ ആയോ? ഓക്കെ. എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ, അതായത് എക്സ്റേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ഒക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ചില പേഷ്യൻസിനൊക്കെ അല്ലെ നമ്മൾ എക്സ്റേ എടുക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള റൂമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഏരിയ ആണ് ക്ലീൻ സോൺ. എന്താണ് നെക്സ്റ്റ് ഇതില് ഒരു ഇതേമാതിരി തന്നെ സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിൽ ഒരു പോയിന്റ് കൂടി ഉണ്ട്, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. അതായത് നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുവരും അല്ലെ, നമ്മുടെ എക്യുപ്മെന്റ്സ് സംഭവങ്ങളൊക്കെ കൊണ്ടുവരും. അതെല്ലാം എന്താണ് നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്ത എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ അതും എവിടെയാണ്? സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഈ ഒരു ഏരിയ മൊത്തത്തിൽ നോക്കാം, 4 ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്, 4 സോണായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സോണിൽ എന്ന് പറയുന്നത് റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്, ചേഞ്ചിങ് റൂം, പ്രീ അനസ്തേഷ്യ, സ്റ്റോർസ്, റെക്കോർഡ്സ്, ഓട്ടോക്ലാവ്, TSSU, ട്രോളി ബാഗ്, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. അത്രയുമാണ് ആ മേഖലകളിൽ സജ്ജീകരിച്ചു വെക്കുന്നത്. എന്താണ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം, ഇതെല്ലാം എവിടെയാണ്? ക്ലീൻ സോണിലാണ്. മാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, അനസ്തെറ്റിക് സ്റ്റോർ റൂം, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ, ആ മേഖലകളിൽ വരുമ്പോഴും ഓപ്പറേറ്റിംഗ് റൂം ആണ്. അവിടെ നമുക്കറിയാം നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അവിടെയാണ് ഓപ്പറേറ്റിംഗ് റൂം സ്ഥിതി ചെയ്യുന്നത്. സ്ക്രബ് റൂം ഉണ്ട്, അനസ്തേഷ്യ, ഇൻഡക്ഷൻ റൂം ഉണ്ട്, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ ഉണ്ട്, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. നെക്സ്റ്റ് ഡിസ്പോസൽ സോൺ ആണ്, ഡർട്ടി വാഷപ്പ് റൂം, ഡിസ്പോസൽ കോറിഡോർ, ചേഞ്ചർ ക്ലോസറ്റ്. അതായത് നമുക്കറിയാം വേസ്റ്റുകൾ അല്ലെ അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രത്യേക പ്ലേസ് ആ മേഖലയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തായാലും ഈ ഒരു ഭാഗത്ത് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഇതില് ക്ലിയർ ചെയ്യാം. ഇതുവരെയും എടുത്തതില് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വായിച്ചു നോക്കാനായിട്ടൊരു സമയം വേണമല്ലോ. എന്തായാലും ഇത് വായിച്ചിട്ട് വരിക. ഈ ഒരു ടേബിള് പകുതിയാക്കി ടേബിൾ നിർത്തണ്ടെന്ന് ഓർത്തിട്ടുണ്ട്. അത് ഞാൻ ഓർത്തൊന്നു പകുതിയാക്കി നിർത്തിയാറുള്ളത്. പക്ഷെ എന്തായാലും സമയം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഈ ടേബിളിൽ മൊത്തം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. ഇന്ന് തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ചോദിക്കാം. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? ഇതുവരെ ഞാൻ ഓരോ ഭാഗങ്ങളും ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ടാ പോയിട്ട്. ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു ടേബിൾ ഒഴിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Okay, ma'am. Okay, ma'am. Clear ആണ്. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.